22 മാസത്തെ തുടർച്ചയായ യുദ്ധത്തിന് ശേഷം ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ ദക്ഷിണ സുഡാനിലേക്ക് കടത്താനുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നീക്കങ്ങളുടെ വിശകലനങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അതിനുമുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗസയിൽ നിന്നുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ ഇസ്രായേൽ ദക്ഷിണ സുഡാനുമായി ആദ്യഘട്ട ചർച്ച നടത്തിക്കഴിഞ്ഞു. ചർച്ച വിജയകരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ഇതിനെ സ്വമേധയുള്ള കുടിയേറ്റമായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും നിർബന്ധിത കുടിയേറ്റത്തിലൂടെ ഗാസയും പാലസ്തീനും പിടിക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾക്ക് നെതന്യാഹു തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ പാലസ്തീനികളും മനുഷ്യാവകാശ സംഘടനയും ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. നിർബന്ധിത കുടിയേറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന ശക്തമായ നിലപാടുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നതായും കാണാൻ കഴിയുന്നില്ല. എന്തായാലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാടെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം. കാരണം ഒരു രാജ്യത്തെ ജനങ്ങളെ അവരുടെ രാജ്യത്ത് നിന്നും മാറ്റുന്നത് ഇന്റർനാഷണൽ ഹ്യൂമനിറ്റേറിയൻ ലോയ്ക്ക് വിരുദ്ധമാണ്. ഇതിനെ ഫോഴ്സ് പോപ്പുലേഷൻ ട്രാൻസ്ഫർ എന്ന ക്രൈമായാണ് ജനീവ ഉച്ചകോടി അംഗീകരിച്ചതെന്നിരിക്കെയാണ് ഇസ്രായേലിന്റെ ഈ നിയമലംഘന നീക്കം. ഇനി ഇസ്രായേൽ നാടുകടത്താൻ ഉദ്ദേശിക്കുന്ന ദക്ഷിണ സുഡാനിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. വികസനം എത്തിനോക്കിയിട്ടില്ലാത്ത ഗോത്ര വിഭാഗങ്ങളാൽ വിഭജിച്ച് ജീവിക്കുന്ന സമൂഹമാണ് ദക്ഷിണ സുഡാനിൽ. ഇതിനൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷാ സംവിധാനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഗോത്രീയ സംഘർഷങ്ങൾ തന്നെയാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഡിങ്ക, ന്യൂയർ എന്നിങ്ങനെയുള്ള വലിയ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷ മരണങ്ങൾ നിത്യസംഭവമാണ് ദക്ഷിണ സുഡാനിൽ. ഇത്തരത്തിലുള്ള വലിയ ദുരിതങ്ങൾ പേറി ജീവിക്കുന്ന ഒരു ജനതയ്ക്കിടയിലേക്കാണ് ഇസ്രായേൽ പാലസ്തീനികളെ കൊണ്ടെത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണ സുഡാൻ. ഇത്തരമൊരു രാജ്യത്ത് പാലസ്തീൻ ജനത അനുഭവിക്കാൻ പോകുന്നത് വലിയ ദുരിതങ്ങളാവും. അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഒരു ദുരിതത്തിൽ നിന്നും മറ്റൊരു ദുരന്തത്തിലേക്കാവും പാലസ്തീൻ ജനതയുടെ നിർബന്ധിത കുടിയേറ്റം. എന്തായാലും അന്താരാഷ്ട്ര നീക്കങ്ങളുടെ വിശദാംശങ്ങളുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.